ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. ശേഷം വിദ്യാർത്ഥികൾ പഠിച്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. കാർ അതിവേഗത്തിൽ തെന്നി വന്ന് ഇടിക്കുകയായിരുന്നു എന്ന് KSRTC ഡ്രൈവർ രാജീവ് 24നോട് പറഞ്ഞു. 10-20 മീറ്ററിനുള്ളിൽ ഞാൻ ഈ വണ്ടി കണ്ട് ഒരു വണ്ടി ഓടി വന്ന് ഓവർടേക്ക് ചെയ്ത കൂട്ടത്തിൽ ഇത് ഓവർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിൽ വലത്തോട്ട് പിടിച്ച വണ്ടി. ആ പിടിച്ച വണ്ടി ഞാൻ ആ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് ചവിട്ടി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ചവിട്ടി ഞാൻ ഇടത്തോട്ട് ഒതുക്കുകയും ആ പറയുന്ന നിമിഷത്തിനുള്ളിൽ വണ്ടി നമ്മുടെ റോങ് സൈഡിൽ വന്ന വണ്ടി നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞ് ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോഴും ഈ വണ്ടി നിരങ്ങി നമ്മുടെ വണ്ടിയുടെ അടിക്കോട്ടങ്ങ് കയറുക ചെയ്ത് നമുക്കൊന്ന് ചവിട്ടി നിർത്തി അതിന് തൊട്ടപ്പുറത്തൊരു പോസ്റ്റ് നിൽപ്പോൾ എനിക്ക് കൂടുതൽ ഇടത്തോട്ട് വെട്ടിക്കാനും പറ്റാതായിപ്പോയി. വന്ന് പറയുന്ന സെക്കൻഡിനുള്ളിൽ വണ്ടി ഇനി വന്ന് എൻ്റെ റൈറ്റ് സൈഡിൽ വന്നു വണ്ടി. ആറ് വേഗത എന്ന് പറഞ്ഞാൽ ഓടി വരുമോ അല്ലെങ്കിൽ തെന്നി വരുമോ വണ്ടി ചെയ്ത് സ്കിഡായി വന്നത്. അതാണ് തന്നെ നമുക്ക് വേഗത എന്ന് പറയാൻ പറ്റില്ല. വണ്ടി സ്ട്രേറ്റ് ഓടി വരുവാണെങ്കിൽ നമുക്കൊരു ഇത് തെന്നിയിട്ട് നേരെ നമ്മുടെ വണ്ടിയിലെ ഉള്ളിലോട്ട് വന്ന് കയറും. റോഡിൽ നല്ല വെള്ളമായിരുന്നു. റോഡിൽ നിന്ന് പറഞ്ഞാൽ വെള്ളമായ നല്ല രീതിയുണ്ട്. അതാണ് കൂടുതലും അങ്ങനെ വരാനുള്ള കാരണം, അല്ല അങ്ങനെ വരത്തില്ല. മനീഷ് മെഹ്വാലുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. മനീഷ്, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഏകദേശം 1.5 മണിക്കൂറോളം സമയമാണ് എടുക്കുന്നത്. നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ 2 ടേബിളാണുള്ളത്. അതായത് ഒരേ സമയം 2 മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവർ പഠിച്ച വിദ്യാർത്ഥികൾ 5 പേരും പഠിച്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വെക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടെ പൊതുദർശനത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കും. ഇപ്പൊ പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ 3 പേരുടെ നില കൂടി ഗുരുതരമാണ്. ഇന്നലെ തുടരുന്ന അവരുടെ ഗുരുതരാവസ്ഥയ്ക്ക് മാറ്റമില്ലെന്ന് കൂടിയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, കൊല്ലം സ്വദേശി ആനന്ദ്, ആലപ്പുഴ എടത്വ സ്വദേശി ആൽവിൻ, ഈ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവർ വെന്റിലേറ്ററിൽ ഇന്നലെ രാത്രി പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോഴും നിലയ്ക്ക് മാറ്റമില്ല എന്ന് കൂടിയാണ് അറിയുന്നത്. ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കളക്ടർ പ്രതികരിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വിദഗ്ധ ചികിത്സയും ഇവർക്ക് നൽകും. ഈ 3 പേർക്ക് മാത്രമാണ് നില ഗുരുതരമായിട്ടുള്ളത്. മറ്റുള്ളവർക്ക് നിസ്സാര പരിക്കും മാത്രമാണുള്ളത്. ഇപ്പോൾ ഡ്രൈവറുടെ കൂടി ഇത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം ഈ മഴയും ഒപ്പം തന്നെ അവരുടെ ഓവർലോഡുമായിരിക്കും. പെട്ടെന്നൊരു വാഹനം തെന്നി വരുന്നത് മാത്രമാണ് കാണുന്നത്. ആ സമയത്ത് തന്നെ വാഹനം ഓരത്തേക്ക് സൈഡിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ അതിനു മുൻപേ തന്നെ ഈ വാഹനം പാഞ്ഞെത്തുകയായിരുന്നു. വാഹനം പക്ഷേ ഓവർ സ്പീഡ് ആണെന്നുള്ള കാര്യത്തിനകത്ത് അത് വ്യക്തതയില്ല. പക്ഷേ ഈ രീതിയിൽ വാഹനത്തിൽ ഓവർലോഡായിരുന്നു. 11 പേരോളം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെ കാലപ്പഴക്കം, ഈ ടയർ അടക്കം തേഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക് വെച്ച സമയത്ത് തെന്നി മാറി വന്നതായിരിക്കും അപകട കാരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയാണ്. അപകടം നടന്ന ശേഷം വാഹനം നാട്ടുകാർ ചേർന്ന് ഈ KSRTC ബസ് പിന്നോട്ടെടുത്തു. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം പിന്നീട് മറ്റുള്ള ആളുകൾ. മനീഷ് മെഹ്വാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.